അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാനിൽ 250 ml കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ല എങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിന് അനുസരിച്ചായിരിക്കണം മാവും വെള്ളവും അളന്നെടുക്കാൻ. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി മാവ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാവിട്ട് കൊടുക്കുന്ന സമയം ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. ഇതുപോലത്തെ ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ തടിത്തവി വെച്ചോ നല്ലവണ്ണം പ്രസ് ചെയ്ത് മാവ് യോജിപ്പിച്ചെടുക്കണം. ഇപ്പൊ മാവെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ടുവരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് മാവ് പാനിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഉരുണ്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ പാൻ നല്ല ചൂടായതുകൊണ്ട് പാനിന്റെ ചൂട് കൊണ്ട് മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് സമയം മാവ് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ മാവിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഇനി മാവൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാള എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാള അങ്ങ് വാടി ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകിന്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് കാബേജ് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കാബേജ് കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. കാബേജും ക്യാരറ്റും ഒക്കെ വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ കാണാൻ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 2 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. സോയാ സോസും ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ ഈ ഫില്ലിംഗ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഫില്ലിംഗ് തയ്യാറാക്കി എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ മാവ് ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാടങ്ങ് മാവ് ചൂട് മാറാനായിട്ട് നിൽക്കരുത്. ഒരു മീഡിയം ചൂടൊക്കെ വേണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി മാവിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പൊ മാവ് 2 മിനിറ്റ് കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കാം. ഞാനിപ്പോ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒരു ഉരുള മാവാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാവ് പരന്ന് കിട്ടും. ഇനി പരത്തിയെടുത്ത മാവിന്റെ നടുവിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഈ മാവ് ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാതെ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി കൈ വെച്ച് ഇതിന്റെ അറ്റത്ത് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചും കൂടി കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ചെറിയൊരു തട്ട് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള മാവ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഫില്ലിംഗ് വെച്ച് പരത്തിയെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഷേപ്പ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അകത്ത് നല്ല സോഫ്റ്റ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്